ആലപ്പുഴയിൽ CPM-ന് വൻ തിരിച്ചടി നൽകാൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ജി സുധാകരൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 50,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് കയറാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അത് ജി സുധാകരന്റെ ആത്മവിശ്വാസം എന്ന് മാത്രമല്ല CPM-ന്റെ ഭയവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് എവിടെയും തലകുനിക്കാത്ത സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇദ്ദേഹത്തെ വിളിച്ചനുനയ നീക്കങ്ങൾക്ക് മുന്നിൽ നിന്നതും അതുപോലെ തന്നെ പാളിപ്പോയതും. എന്തായാലും അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ UDF-ഉം ജി സുധാകരനും സുധാകരന്റെ ടീമും, അതായത് സുധാകരന്റെ ടീം എന്ന് പറയേണ്ടി വരും ഇപ്പോൾ, CPM-ൽ നിന്നും ജി സുധാകരൻ മാറി നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം CPM പ്രവർത്തകർ, ഇവരെല്ലാവരും തന്നെയും CPM-നെ ആലപ്പുഴയിൽ നിന്നും തുടച്ചു നീക്കാൻ തന്നെ ആയിരിക്കുമോ തീരുമാനിച്ചിരിക്കുന്നത്? ആദ്യം ജി സുധാകരൻ എന്ന നേതാവിൻ്റെ പാർട്ടി കൂറിനെ കുറിച്ച് പറയേണ്ടി വരും. കാര്യം ജി സുധാകരൻ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും ജി സുധാകരൻ ഒരിക്കലും ശശിയെ പോലെ പാർട്ടിക്ക് എതിര് നിന്നുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എതിർത്തുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാവുമെന്ന് തോന്നില്ല. അത് പക്ഷെ അത് നമ്മൾ നേരത്തെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ ഇന്നത്തെ CPM-ന്റെ ഒരു അവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പാർട്ടിക്ക് ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള നേതാക്കന്മാരൊന്നും തന്നെയും ഈ പറയുന്നത് പോലെ CPM ആശയങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്ന ആളുകളൊന്നും അല്ല. അത് ഈ പറയുന്ന നേതാക്കന്മാർക്ക്, കുറെ നേതാക്കന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ജി സുധാകരനെ പോലെ അല്ലെങ്കിൽ ആയിഷ പോറ്റിയെ പോലെ അങ്ങനെ ഒരുപാട് ആളുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പാർട്ടിക്കെതിരെ അവർ നിൽക്കില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? അല്ല, പക്ഷേ ഇവരിങ്ങനെ ജി സുധാകരനെ പോലെ ആയിഷ പോറ്റിയെ പോലെ നിരവധി പേരെ ഇവർ മാനസികമായി പീഡിപ്പിക്കും. ഇപ്പം സുരേഷ് കുറുപ്പ്, അങ്ങനെ നിരവധി പേര്. അത് CPM-ന്റെ ഒരു വല്ലാത്ത ഏറ്റവും സംഘടനാ തലത്തിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള പരിപാടികളാണ്. കാര്യം പാർട്ടിയെക്കാളും കുറച്ചുകൂടെ ജനസമ്മതനായ ഒരു നേതാവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ഒരുതരം ഏറ്റവും വൃത്തികെട്ട സ്വഭാവം തന്നെ ഇതിനെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് കോർണർ ചെയ്യുക, അദ്ദേഹത്തിന് മാറ്റി നിർത്തുക. ഇപ്പോൾ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഏബിളായ ആളാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പെട്ടിയും തൂക്കി അദ്ദേഹത്തിനൊപ്പം നടന്ന് അദ്ദേഹം കൂടെ നിർത്തി വലുതാക്കിയ ആൾ സജി ചെറിയാനാണ്. ഈ സജി ചെറിയാൻ എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ പറയുന്ന പിണറായി വിജയൻ ആയിട്ടൊക്കെ ആക്സസ് ആവുന്നു അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നു, അങ്ങനെ എന്ന് മുതൽ അങ്ങനെ അദ്ദേഹം ആയോ അന്ന് മുതൽ സജി ചെറിയാനാണ് ഈ ഗെയിമിൻ്റെ എല്ലാ ആളെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സ്വന്തം നാട്ടിൽ തോപ്പിച്ച സഖാക്കളുള്ള നാടാണ് ആലപ്പുഴ. P. കൃഷ്ണപിള്ളയുടെ നാടാണ് ആലപ്പുഴ. CPM-ന് പുന്നപ്പുറ വയലാറും അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ സഖാക്കൾക്ക് ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ രക്തം തിളയ്ക്കുന്ന ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ VS-നിട്ട് പണി കൊടുത്ത സ്ഥലത്തുള്ള സഖാക്കളാണ്. അപ്പോൾ അതിൽ ജി സുധാകരന് പണി കൊടുത്തതിൽ നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് സജി ചെറിയാനാണ്. സജി ചെറിയാനെ കുറിച്ച് അദ്ദേഹം പലതവണ പറഞ്ഞു. ഇപ്പോൾ H. സലാം അവിടെ അമ്പലപ്പുഴയിലെ MLA ആണ്. ഈ H. സലാമിനൊക്കെ അദ്ദേഹം ഒരുപാട് H. സലാമിന് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അമ്പലപ്പുഴയിലൊന്നും വലിയ രീതിയിലുള്ള പിന്തുണയൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങളെല്ലാം തന്നെയും ഒരവസരം വന്നാൽ H. സലാമിനെതിരെ കുത്താൻ കാത്തിരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ജി സുധാകരൻ മത്സരിക്കുമ്പോൾ അതുകൂടി ജി സുധാകരന് CPM-ന്റെ വോട്ടുകൾ കൂടി, CPM-ൽ സജീവമായി നിൽക്കുന്ന പ്രവർത്തകർ പോലും ജി സുധാകരന് വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെ പാർട്ടി അംഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ VS-നെ തോൽപ്പിച്ച പാർട്ടി അംഗങ്ങളാണ്. അത് നമ്മൾ മാറ്റി നിർത്താം. അനുഭാവികളെ കുറിച്ച് നമുക്ക് പറയാം. ഈ അനുഭാവികളുടെ വോട്ടാണ് ഈ പാർട്ടിയെ ജയിപ്പിക്കുന്നത്. ഈ പറയുന്ന പാർട്ടി അംഗങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി വരട്ട് തത്വവാദികൾ, പാർട്ടി അംഗങ്ങൾ വരട്ട് തത്വവാദികൾ, ഇത്തരത്തിൽ കുഴുത്തുരുമ്പ് കാണിക്കുന്ന പാർട്ടി അംഗങ്ങളല്ല അനുഭാവികൾ എന്ന് പറയുന്നത്. അനുഭാവികൾ എന്നും അനുഭാവികളായിരിക്കും. ഈ അനുഭാവികളുടെ വോട്ടാണ്. ഇപ്പോൾ H. സലാമിനെ കുറിച്ചും ഞാൻ ചോദിക്കട്ടെ, AM ആരിഫ് ഇപ്രാവശ്യം എത്രാം സ്ഥാനത്താണ് എത്തിയത്? അത് നിങ്ങൾക്കറിയോ? ഈ ലോകസഭയിൽ എത്രാം സ്ഥാനത്ത് എത്തിയത്? 3-ാം സ്ഥാനത്താണ് ആരിഫ് എത്തിയത് അല്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജി സുധാകരൻ ഇതെല്ലാം പറയുന്നത്? SDPI അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ തീവ്രവാദ PFI തുടങ്ങിയിട്ടുള്ള കുറെ തീവ്രവാദ സംഘടനകളിൽ നിന്ന് ആൾക്കാരെയൊക്കെയാണ് ഈ സലാമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടെ ആലപ്പുഴ പാർട്ടി ചേർത്തിട്ടുള്ളത്. ഈ പാർട്ടി പകൽ ഇവരെല്ലാം DYFI അല്ലെങ്കിൽ CPM എന്നും രാത്രി എന്തെല്ലാമാണ് ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ പാർട്ടിക്ക് വൻ അപമതിപ്പ് H. സലാമിനെ കൊണ്ടും ഇപ്പോൾ വന്നിട്ടുള്ള ആരിഫൊക്കെ എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തെ? ആരിഫിനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കി 3-ാം സ്ഥാനത്ത് ആരിഫൊക്കെ വന്നത്. അപ്പോൾ പാർട്ടിക്ക് ഇന്നുണ്ടായിരിക്കുന്ന ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്ന വല്ലാത്ത മൂല്യച്യുതി അതിനെ അദ്ദേഹം എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സജി ചെറിയാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? സജി ചെറിയാൻ എന്തുകൊണ്ട് പറയുന്നില്ല? സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ സജി ചെറിയാൻ അടുത്ത് മാധ്യമങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആണോ അങ്ങനെ ഒരു വാർത്ത വന്നോ? ഞാൻ അറിഞ്ഞില്ല, നോക്കട്ടെ, കണ്ടില്ല, കാണട്ടെ, കണ്ടിട്ട് പറയാം. ഈ സജി ചെറിയാനാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിനിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. കൂടെ നിന്ന്
അദ്ദേഹത്തിന്റെ പെട്ടിയും തൂക്കി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്ത് നടന്ന ഒരാളാണ് സജി ചെറിയാൻ. ശരി, പൊങ്ങി വന്നോട്ടെ, കയറി വന്നോട്ടെ, പക്ഷെ ഒരിക്കലും ജി സുധാകരനെ പോലൊരു നേതാവിനെയൊക്കെ സജി ചെറിയാനൊന്നും പിന്നെ പണി കൊടുക്കാനൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം പറയാം. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഹർഷ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറഞ്ഞു അദ്ദേഹം ഈ പാർട്ടി കൂടുതൽ കൂറ് അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം നിൽക്കില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അദ്ദേഹം നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ ഈ പാർട്ടി കൊണ്ട് എത്തിച്ചു. അതാണ് ഈ പാർട്ടി ചെയ്യുന്ന പണി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അനുഭവിക്കുന്ന വളരെ നമുക്ക് പറയേണ്ടത്, അതായത് 63 വർഷക്കാലത്തോളമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി. പക്ഷെ 63 വർഷത്തെ പാർട്ടിയിലെ അംഗത്വം എന്നൊക്കെ പറയുന്ന ചില്ലറ കാര്യമല്ല. തീർച്ചയായിട്ടും അത്രത്തോളം വർഷത്തോളമായിട്ട് പാർട്ടിയെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന വ്യക്തി കഴിഞ്ഞ 5 വർഷക്കാലമായി രക്തസാക്ഷി കുടുംബത്തിലെ ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹമോ പാർട്ടിയോടുള്ള മമതയോ ഇനിയും ഉണ്ടാകണോ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ സ്വാർത്ഥത മാത്രമായി ഉണ്ടാകുന്നതിനേക്കാളും സ്നേഹവും മമതയൊക്കെ അദ്ദേഹത്തിനുണ്ട്. എച്ച് സലാമിനും സജി ചെറിയാനും ഇപ്പോഴത്തെ അഭിനവ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉള്ളതിനേക്കാളും അദ്ദേഹത്തിന് സ്നേഹവും കുറവും ഉണ്ടെന്ന് ഈ അനുഭാവികൾക്കറിയാം. അതെ, പക്ഷേ അത് എത്രത്തോളം ഈ തവണ പ്രതിഫലിക്കും എന്നുള്ളത് സംശയമാണ്. എന്തായാലും നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പാർട്ടി പ്രതിസന്ധിയിലാക്കി മറ്റു പാർട്ടികളിൽ ചേക്കേറി അദ്ദേഹം മത്സരിക്കണമെന്നുള്ള ഒരു സാധ്യത കാണുന്നില്ല. പക്ഷേ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ UDF അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നുള്ളത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്താതെ പൂർണ്ണ പിന്തുണ, അമ്പലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ UDF സ്ഥാനാർത്ഥിയെ നിർത്താതെ പൂർണ്ണ പിന്തുണ ജി സുധാകരന് നൽകിക്കൊണ്ട് ജി സുധാകരൻ എന്ന സ്വതന്ത്രനെ വിജയിപ്പിക്കാൻ UDF മുൻപിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ CPM-ന് അത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത്. അത് ഈ പറയുന്ന അമ്പലപ്പുഴയിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല. ആലപ്പുഴ ജില്ലയിൽ ഒട്ടാകെ തന്നെ ഇത് വലിയ രീതിയിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കായംകുളത്ത് പ്രതിഭയെ കുറിച്ച് പറയേണ്ടി വരും. കായംകുളത്ത് പ്രതിഭ ഈ പാർട്ടി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? കായംകുളത്ത് പ്രതിഭ ഇത്തവണ മത്സരിക്കുന്നുണ്ടെങ്കിൽ പ്രതിഭ തോക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ജി സുധാകരനെ കോൺഗ്രസ് പിന്തുണയോടുകൂടി ജി സുധാകരൻ അവിടെ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടിയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജി സുധാകരൻ അവിടെ നിന്ന് ജയിച്ചാൽ ഈ പാർട്ടിക്ക് ഹർഷ, നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആരെ മുന്നിലും തലകുനിക്കാത്തതെന്ന് പറഞ്ഞില്ലേ? ഗോവിന്ദൻ എന്ന് പറയുന്ന പിടിപ്പുകെട്ട പാർട്ടി സെക്രട്ടറി കാരണമാണ് ഈ പാർട്ടി ഇന്ന് ഇത്തരത്തിൽ. ഇപ്പൊ PK ശശി പാലക്കാട് നിന്ന് പോയി. PK ശശി അല്ല ജി സുധാകരൻ, അത് നമ്മൾ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർ, നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ഒരു വേള നമ്മൾ ചിന്തിച്ചു ഈ പറയുന്ന പോലെ സുരേഷ് കുറുപ്പിനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കും, കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കും. പിന്നെ ജനപ്രിയരായിട്ടുള്ളവരെയൊക്കെ ഇവർ രംഗത്ത് ഇറക്കുമെന്ന് കരുതി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് റെഡിയാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് നേരം ഉണ്ടായിരുന്നല്ലോ. അത് എന്തർത്ഥത്തിലാണെന്നുള്ളത് അവിടെയും വേറെ പേര് ചോയ്സ് സുകന്യയുടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ചെയ്തോ? ഇല്ല. അപ്പോൾ ഈ തരത്തിൽ പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ തീർത്തും പരാജയമായ ഗോവിന്ദന്റെ പരാജയം തന്നെയാണ് ജി സുധാകരനെ പോലെയുള്ള, അല്ലെങ്കിൽ ജി സുധാകരൻ ഏതാണ്ട് ഈ ഭരണം വന്നിട്ട് ഇപ്പം പിണറായിയുടെ ഭരണം വന്ന് ഏതാണ്ട് 10 വർഷം അടുപ്പിച്ചാകുന്ന രണ്ടാം ഭരണം വന്നിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആലപ്പുഴ സജി ചെറിയാൻ എന്ന് പറയുന്ന നേതാവ് എന്ന് പിന്നെ ജയിച്ച MLA ആയി, അവിടുന്ന് പിന്നെ ഈ പറയുന്നതിൽ മന്ത്രിയായി, ഇതെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ആലപ്പുഴ പോകുന്നത്. സജി ചെറിയാൻ പറയുന്നതിനപ്പുറം എച്ച് സലാം ചെയ്യില്ല. അപ്പോൾ എച്ച് സലാമിനെ കൊണ്ട് ചെയ്യിക്കുന്നതെല്ലാം സജി ചെറിയാനാണ്. ഇതെല്ലാം അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ VS-ന് പണി കൊടുത്ത ആലപ്പുഴയാണ്. VS അല്ല ജി സുധാകരൻ എന്ന് പറഞ്ഞു വയ്ക്കാൻ ആകില്ല. VS വേറൊരു ജനുസാണ്, ജി സുധാകരൻ മറ്റൊരു ജനുസാണ്. ഏതായാലും ജി സുധാകരന് നിൽക്കക്കളിയില്ലാതെ അദ്ദേഹം അങ്ങനെ UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് CPM-ന് ഏറ്റവും വലിയ നാണക്കേടായിരിക്കും. ആലപ്പുഴ അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഒരൊറ്റ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാനാർത്ഥി കാരണം ആലപ്പുഴയിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ പോലും പോകുമെന്നുള്ള കാര്യം ഉറപ്പ്.